1914 യൂറോപ്പ് ഒരു സമാധാന ഭൂമി പോലെയാണ് തോന്നിയിരുന്നത്. എന്നാൽ ആ സമാധാനത്തിന് പിന്നിൽ ശക്തമായ രാഷ്ട്രീയ കലഹങ്ങളും സാമ്രാജ്യങ്ങളുടെ തമ്മിലുള്ള സംഘർഷങ്ങളും പൊട്ടിത്തെറിക്കാൻ തയ്യാറായ അവസ്ഥയിലായിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യം, ഫ്രാൻസ്, ജർമ്മൻ സാമ്രാജ്യം, റഷ്യ, ഓസ്ട്രിയ ഹംഗറി, ഓട്ടോമൻ സാമ്രാജ്യം എല്ലാവരും ലോകത്തിന്റെ നിയന്ത്രണം സ്വന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ കോളനി സാമ്രാജ്യമായിരുന്നു. ഇന്ത്യ മുതൽ ആഫ്രിക്ക വരെ, പിന്നെ കാനഡ മുതൽ ഓസ്ട്രേലിയ വരെ വ്യാപിച്ച ഒരു ശക്തി. വ്യവസായവും സൈനിക ശേഷിയിലും ജർമ്മനി പുതിയ ശക്തിയായി ഉയർന്നു. ഓസ്ട്രിയ ഹംഗറി പഴയ സാമ്രാജ്യമായതിനാൽ അതിന്റെ ജനതയുടെ ഉൾവൈര്യങ്ങൾ കൊണ്ടും ജാതി വിവേചനം കൊണ്ടും അസ്ഥിരമായിരുന്നു. റഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ ദേശമായി വളരുന്ന ശക്തിയായി മാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഓരോ രാജ്യവും മറ്റൊന്നിനെ സംശയത്തോടെ നോക്കിയിരുന്നു. ചെറിയൊരു സംഭവം പോലും വലിയ യുദ്ധത്തിന് കാരണമാകുന്ന അവസ്ഥയിലായിരുന്നു. 1914 ജൂൺ 28-ന് ബോസ്നിയയിലെ സരായവോ എന്ന നഗരത്തിൽ ഓസ്ട്രിയ ഹംഗറി സാമ്രാജ്യത്തിന്റെ കീഴാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡും ഭാര്യ സോഫിയയും തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. ഒരു സെർബിയൻ ദേശീയവാദി ഗാബ്രിലോ പ്രിൻസിപ്പ് തന്റെ രാജ്യത്തിന്റെ വിദേശാധീനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിക്കുന്ന സംഘത്തിന്റെ അംഗമായിരുന്നു. അവൻ ആർച്ച് ഡ്യൂക്കിനെയും ഭാര്യയെയും വെടിവെച്ചു കൊന്നു. ആ വെടിവെച്ച് യൂറോപ്പിനെ നടുക്കി. ഒരാളുടെ ജീവൻ പോയെങ്കിലും അതിന്റെ പ്രതിഫലങ്ങൾ നോക്കുമെന്നും അനുഭവപ്പെട്ടു. എന്നാൽ അന്നത്തെ രാഷ്ട്രീയ നേതാക്കൾക്കും സാധാരണ ജനങ്ങൾക്കും ഇത്ര വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് ആരും തന്നെ കരുതിയില്ല. ആർച്ച് ഡ്യൂക്കിന്റെ കൊലപാതകം ഒരു രാഷ്ട്രത്തിന്റെ അന്തർദേശീയ പ്രശ്നം മാത്രമല്ലായിരുന്നു. അത് യൂറോപ്പിലെ സഖ്യങ്ങളുടെ ചങ്ങലയെ ഉണർത്തി. ഓസ്ട്രിയ ഹംഗറി ജർമ്മനിയുടെ പിന്തുണയോടെ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. റഷ്യ സെർബിയയുടെ സഖ്യകക്ഷിയതിനാൽ തന്റെ സൈന്യത്തെ യുദ്ധത്തിനായി ഒഴുക്കി. ജർമ്മനി റഷ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. റഷ്യയുടെ മറ്റൊരു സഖ്യകക്ഷിയായ ഫ്രാൻസ് പിന്നീട് യുദ്ധത്തിലേക്ക് കടന്നു. ജർമ്മനി ഫ്രാൻസിനെ ആക്രമിക്കാൻ ബെൽജിയം വഴി കടന്നപ്പോൾ ബ്രിട്ടൻ യുദ്ധത്തിൽ പ്രവേശിച്ചു. ഒറ്റപ്പെട്ട ഒരു കൊലപാതകം ഇങ്ങനെ മഹായുദ്ധമായി മാറി. പിന്നീട് ലോകം രണ്ട് പ്രധാന ചേരികളായി മാറി. അലീസ് പവർ, അതായത് ഫ്രാൻസ്, ബ്രിട്ടീഷ് സാമ്രാജ്യം, ഇന്ത്യ, കാനഡ, ഓസ്ട്രേലിയ ഉൾപ്പെടെ. റഷ്യ 1917 വരെ. പിന്നീട് ഇറ്റലിയും അമേരിക്കയും. രണ്ട് സെൻട്രൽ പവർ, ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഓട്ടോമൻ സാമ്രാജ്യം, ബൾഗേറിയ. 1914 യുദ്ധം തുടങ്ങിയപ്പോൾ എല്ലാവരും അത് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അവസാനിക്കുമെന്ന് കരുതിയിരുന്നു. ക്രിസ്മസ് സമയത്ത് നിന്ന് നാം വീട്ടിലേക്ക് മടങ്ങും എന്ന് പല സൈനികരും വിശ്വസിച്ചു. പക്ഷെ യാഥാർത്ഥ്യം വ്യത്യസ്തമായിരുന്നു. യുദ്ധം നീണ്ടുനിന്നു. മണ്ണിൽ ട്രഞ്ചസ്, അതായത് കിടങ്ങുകൾ ഉണ്ടാക്കി അവിടെയാണ് സൈനികർ താമസിച്ചതും പോരാടിയതും. മഴ, ചെളി, രോഗങ്ങൾ, ഭക്ഷണക്ഷാമം, ശത്രുവിന്റെ നിരന്തര വെടിവെയ്പ് ഇതെല്ലാം ഒരുമിച്ച് മനുഷ്യനെ മാനസികവും ശാരീരികവുമായി തകർത്തു. 1914 ഡിസംബർ 24-ാം തീയതി ക്രിസ്മസ് തലേന്ന് രാത്രി വെസ്റ്റേൺ ഫ്രണ്ടിൽ അസാധാരണമായ ഒരു സംഭവം നടന്നു. രാത്രി പതിവ് പോലെ വെടിവെപ്പും പൊട്ടിത്തെറി നിറഞ്ഞിരിക്കുമെന്ന് കരുതിയ സൈനികർ പെട്ടെന്നൊരു നിശബ്ദത ശ്രദ്ധിച്ചു. ജർമ്മൻ കിടങ്ങളിൽ നിന്ന് ഒരു പാട്ടിന്റെ ശബ്ദം കേട്ടു. ആദ്യം ബ്രിട്ടീഷ് സൈനികർ ആശ്ചര്യത്തോടെ കേട്ടു. പിന്നീട് അവർ തന്നെയും അവരുടെ ക്രിസ്മസ് കരോളുകൾ പാടി തുടങ്ങി. രണ്ട് ശത്രുക്കളുടെ പാട്ടുകൾ തമ്മിൽ കൂടിച്ചേർന്നു. യുദ്ധത്തിന്റെ ശബ്ദങ്ങൾക്ക് പകരം സമാധാനത്തിന്റെ സംഗീതം നിറഞ്ഞു. അടുത്ത ദിവസം രാവിലെയോടെ രണ്ടു പക്ഷങ്ങളും നോ മാൻസ് ലാൻഡിലെത്തി. നോ മാൻസ് ലാൻഡ് എന്നാൽ യുദ്ധഭൂമിയിലെ രണ്ട് ശത്രു സൈന്യങ്ങളുടെ ട്രഞ്ചുകൾക്കിടയിലുള്ള ആരും നിയന്ത്രിക്കാത്ത അപകടകരമായ പ്രദേശമായിരുന്നു. അവിടെ അവർ കൈകൊടുത്തു പരസ്പരം ആശംസിച്ചു. വീട്ടിലെ കഥകൾ പങ്കുവച്ചു. ചിലർ കുടുംബത്തിന്റെ ഫോട്ടോകൾ കാണിച്ചു. അതിലുപരി ചിലർ ഫുട്ബോൾ മത്സരം വരെ കളിച്ചു. ആ ദിവസത്തെ ചരിത്രം ക്രിസ്മസ് ട്രൂസ് എന്ന് ഓർത്തിരിക്കുന്നു. ചില മണിക്കൂറുകൾക്ക് യുദ്ധം നിന്നു. മനുഷ്യരായി കണ്ടുമുട്ടി. ഈ സമാധാനം അതേകാലം നീണ്ടു നിന്നില്ല. ഉന്നത കമാൻഡർമാർക്ക് ഇത് യുദ്ധത്തിന് ഹാനികരമാണെന്ന് തോന്നി. അവർ സൈനികരെ വീണ്ടും പോരാട്ടത്തിലേക്ക് തിരിച്ചു. എന്നാൽ 1914 ക്രിസ്മസ് രാത്രിയിലെ സംഭവം മനുഷ്യ മനസ്സിന്റെ കരുണയുടെയും ശക്തിയെ ഓർമ്മപ്പെടുത്തുന്ന പ്രതീകമായി മാറി. 1918 കേന്ദ്ര ശക്തികൾ തളർന്നു. അമേരിക്ക യുദ്ധത്തിൽ ചേർന്നു. സഖ്യകക്ഷികളുടെ ശക്തി വർദ്ധിച്ചു. ഒന്നൊന്നായി ബൾഗേറിയ, ഓട്ടോമൻ സാമ്രാജ്യം, ഓസ്ട്രിയ ഹംഗറി എല്ലാം കീഴടങ്ങി. അവസാനം ജർമ്മനിയും സമർപ്പണം നടത്തി. 1918 നവംബർ 11 രാവിലെ 11 മണിക്ക് വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചു. അങ്ങനെ 4 വർഷം നീണ്ട ലക്ഷക്കണക്കിന് ജീവൻ നഷ്ടപ്പെടുത്തിയ ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചു. 1919 ഫ്രാൻസിലെ വെർസൈൽസ് കൊട്ടാരത്തിൽ യുദ്ധം ഔദ്യോഗികമായി അവസാനിപ്പിക്കുന്ന ഉടമ്പടി ഒപ്പുവെച്ചു. ജർമ്മനിക്ക് കടുത്ത സാമ്പത്തികവും സൈനികവും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. പിന്നീട് ഇതാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമാവുന്നതിന് വ്യക്തമാകുന്നത്. 1914 ക്രിസ്മസ് സന്ധി ലോകത്തെ ഓർമ്മിപ്പിച്ചു. മനുഷ്യൻ എത്ര വലിയ ശത്രുവായാലും മനസ്സിൽ ഒരിടത്ത് സമാധാനത്തിനും കരുണയ്ക്കും സ്ഥാനം നൽകുന്നവനാണ്.